നമസ്കാരം. ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ അമേരിക്ക എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത് എന്ന കാര്യം നമുക്കറിയാം. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇസ്രായേലിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക്, അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഇറാന്റെ ഒരു ആധിപത്യം അവസാനിപ്പിക്കുക, ഈ ഒരു ആവശ്യം മുൻനിർത്തിയാണ് ഇവിടെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ പുറകോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അമേരിക്ക എത്തി. ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ ഞങ്ങളുടെ മണ്ണും ജലവും ഒന്നും ഉപയോഗിക്കരുത് എന്ന് സൗദിയും UAE ഒക്കെ ആദ്യമേ പറഞ്ഞു. എന്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലും പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി എടുത്തുചാടി ഒരു ആക്രമണം നടത്തണ്ട, ഒരു നീണ്ട യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്, പെട്ടെന്നൊന്നും അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, ഒരു ഭരണ സംവിധാനത്തെ അവിടെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയില്ല, അത്ര പെട്ടെന്നൊന്നും അട്ടിമറിക്കാൻ കഴിയില്ല, അവർ ശക്തരാണ്, അവസാന ശ്വാസം വരെ പോരാടുന്ന ആളുകളാണ്. അത് ഇസ്രായേലിന് നന്നായി അറിയാം. ഇതൊക്കെ അമേരിക്കയെ അറിയിച്ചു, സൗദിയും UAE ഒക്കെ അറിയിച്ചു. ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ഇവരൊക്കെ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും ഇതൊന്നും നടപടിയായില്ല. അതായത് അതൊക്കെ കേട്ട് പിന്മാറിയാൽ അമേരിക്കക്ക് വലിയ നാണക്കേടാകും എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേൽ പറഞ്ഞാൽ പോലും ഈ യുദ്ധത്തിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കക്ക് കഴിയുന്നില്ല. ഭീഷണിപ്പെടുത്തി ഇറാനെ വരുതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയുടെ തന്ത്രം. അതാണെങ്കിൽ നടക്കുന്നുമില്ല. ഒരു ഡീലിനും ഞങ്ങളില്ല, നിങ്ങളുടെ മുന്നിൽ സറണ്ടർ ആകാനുമില്ല, അങ്ങനെ ഭീഷണിപ്പെടുത്തി എവിടെയും ഒരു ചർച്ചയും ആരും നടത്തിയിട്ടില്ല. ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ മാന്യമായ രീതിയിലായിരിക്കണം, ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാകണം, എങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാനും പറയുന്നത് കേൾക്കാനും ഒക്കെ കഴിയൂ എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ആ നിലപാടിൽ ഉറച്ച് ഇറാൻ ഇപ്പോൾ പുതിയ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ടു. അതായത് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങൾ എന്തായാലും ചർച്ചയ്ക്ക് പോകുന്നില്ല, പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് റഷ്യൻ പ്രസിഡന്റിനെ നേരിട്ട് കണ്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ അമേരിക്ക യുദ്ധക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യം വെച്ച് ഈ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഇവിടെ ഇറാൻ സൈനികാഭ്യാസം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും ഇറാന്റെ ലൈവ് ഫയർ നടക്കുകയാണ്. ഇറാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുള്ള കപ്പലുകൾക്കൊക്കെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞങ്ങൾ അവിടെ സൈനിക അഭ്യാസം നടത്താൻ പോവുകയാണ്. എന്തായാലും ഇറാന്റെ ഈ ഒരു നീക്കം ഇത്ര ചങ്കൂറ്റത്തോടുകൂടി അമേരിക്കയെ വെല്ലുവിളിച്ച് നാളെ സൈനിക അഭ്യാസം നടത്താൻ ഇറാൻ ഒരുമ്പെട്ടതോടുകൂടി അത് അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക ഇതൊരിക്കലും പൊറുക്കാൻ കഴിയില്ല എന്ന ഒരു രീതിയിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും ഇവിടെ ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സംഘർഷം രൂക്ഷമാക്കുന്നതിന് വേണ്ടിയാണ് ഈ സൈനിക അഭ്യാസം ഇറാൻ നടത്തുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും അമേരിക്ക കൂടുതൽ സഖ്യകക്ഷികളോട്, അതായത് ആദ്യം ഒരു കപ്പലാണ് ഈ മേഖലയിലേക്ക് അമേരിക്ക കൊണ്ടുവന്നത്, ഇപ്പോൾ 10 കപ്പലുകൾ അമേരിക്ക ഇവിടെ ഇറാന്റെ പല ഭാഗങ്ങളിലായി അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക സഖ്യകക്ഷികളോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കൂടുതൽ സഖ്യ രാജ്യങ്ങളോട് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ള ആവശ്യം, ഒരു അഭ്യർത്ഥന അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ആര് വന്നാലും ശരി, എത്ര രാജ്യങ്ങൾ ഒരുമിച്ച് വന്നാലും ഞങ്ങൾ നിങ്ങളെ വിടില്ല എന്നുള്ള നിലപാടുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതികരണം കൂടെ വന്നിട്ടുണ്ട്. അതായത് UAE-ക്കും സൗദിക്കും ഖത്തറിനുമൊക്കെയാണ് ഇറാൻ ചില കാര്യങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ഈ രാജ്യങ്ങളെയാണ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ എംബസി, അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, മറ്റ് അമേരിക്കൻ സ്ഥാപനങ്ങൾ, അമേരിക്കയുടെ ആർമി, ഇവരൊക്കെ നിങ്ങളുടെ രാജ്യത്തുണ്ട്. ഏകദേശം മിഡിൽ ഈസ്റ്റിൽ 30,000 മുതൽ 40,000-ഓളം വരെ പട്ടാളക്കാരുണ്ട് അമേരിക്കയുടെ. ഞങ്ങൾ അവരെയൊക്കെ ലക്ഷ്യം വെക്കും. നേരത്തെ അമേരിക്കയുടെ ആക്രമണം, ഈ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ട് ഇവിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇവിടെ ഖത്തറിലെ അമേരിക്കൻ താവളത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തി. എന്തായാലും അന്ന് ഖത്തർ ഇവിടെ ഞങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമിച്ചതിനെതിരെ ഇറാനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇവിടെ ഇറാൻ പറഞ്ഞത് ഖത്തർ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, സുഹൃത്ത് രാജ്യമാണ്, ഞങ്ങൾ ആക്രമിച്ചത് ഖത്തറിനെ അല്ല, അമേരിക്കൻ ബേസിന് നേരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് അന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇറാൻ ഇപ്പോൾ ആ ഒരു നിലപാട് ആവർത്തിക്കുകയാണ്. സൗദി ഒരിക്കലും ഞങ്ങളുടെ ആകാശവും മണ്ണും ജലവും ഒന്നും അമേരിക്കക്ക് വിട്ടു നൽകില്ല, അല്ലെങ്കിൽ അങ്ങനെ സൗദി അറേബ്യ മാത്രമല്ല UAE പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും UAE-ക്കും അതുപോലെ തന്നെ സൗദിക്കും വളരെ കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ഇറാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കൻ സ്ഥാപനങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വെക്കും, ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ. എന്തായാലും ഈ ഒരു സാഹചര്യം ഭയാനകമാണ്. കാരണം ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അമേരിക്കൻ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അവരുടെ സൈനിക താവളങ്ങളും മറ്റു ബേസുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ രാജ്യങ്ങളിലൊക്കെ
തിങ്ങി നിറഞ്ഞ, അതായത് അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഇവിടെ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ ഒരു സ്വല്പം ഗ്യാപ്പ് പോലും ഉണ്ടാകില്ല, അത്ര തിരക്കുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തിയാൽ ഇത് എന്തൊക്കെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. എത്രമാത്രം വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഇറാൻ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ അവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുക, ഞങ്ങൾ നിങ്ങളെയല്ല ലക്ഷ്യം വെക്കുന്നത്. അതേസമയം നിങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ പട്ടാള ക്യാമ്പുകൾക്ക് നേരെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും, എംബസികൾക്ക് നേരെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും. അത് അത്തരത്തിലുള്ള ആക്രമണം ഒഴിവാക്കുന്നതിന് ഏക മാർഗം ഇവിടെ അമേരിക്കയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും ഇവിടെ ഈ ഗൾഫ് മേഖലകളിൽ അതീവ ജാഗ്രത ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ഏത് നിമിഷവും ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾ കാണുന്നത്. കാരണം അങ്ങനെ അത്തരം ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഈ അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ്. എന്തിനാണ് ആ മേഖലയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും ആവശ്യമില്ല, സഖ്യകക്ഷികൾക്ക് പോലും ഇറാനെ ആക്രമിക്കേണ്ട എന്നുള്ള അഭിപ്രായമുള്ളപ്പോൾ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു ആഴ്ചക്കിടെ 300ഓളം പ്രതിഷേധങ്ങൾ അമേരിക്കക്കെതിരെ ലോകവ്യാപകമായി 300ഓളം പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. എന്തായാലും നാളെ ഇറാന്റെ ലൈവ് ഫയർ ഹോർമൂസ് കടലിടുക്കിൽ നടക്കുകയാണ്. ഇത് അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നു, വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച നടത്തുന്നു എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കൂടുതൽ സഖ്യകക്ഷികളോട് യുദ്ധത്തിനൊരുങ്ങാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭ്യർത്ഥന സഖ്യകക്ഷികളോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.